മിന്നൽ മുരളി 2 വരുമോ ഇല്ല എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി ടൊവിനോയ്ക്ക് ആഗ്രഹം കാണുമല്ലോ, ബേസിൽ എല്ലാവർക്കും ആഗ്രഹം കാണുമല്ലോ ഇത് ചെയ്യണമെന്ന്. നമുക്കും ആഗ്രഹമുണ്ട്. അതൊരു ഇങ്ങനെ യൂഷ്വൽ ഒരു ധ്യാൻ പടം അങ്ങനെ കാണണ്ട. വീക്കെൻഡ് അതെ. കോമഡി പ്ലസ് മർഡർ, അങ്ങനെ ത്രില്ലർ എന്ന് പറയാം. കുറുക്കൻ മൂലയുടെ നെയ്ബറിംഗ് ഗ്രാമമാണ്. അടുത്ത ഗ്രാമം എന്ന് പറയുമ്പോൾ ടൊവിനോയ്ക്ക് എളുപ്പം വന്ന് ഗസ്റ്റോട് വന്ന് പോകാനുള്ള സാധ്യത. ലാലേട്ടനെ വെച്ചിട്ട് മുദ്രവിളികളായിരുന്നു, അത് നന്നായിട്ട് വന്നു. അത് കാരണം ഞാൻ ഭയങ്കര മോഹൻലാൽ ഫാനാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു നമ്മൾ ഫിലിം ചെയ്യുമ്പോൾ എന്തായാലും ലാലേട്ടൻ വെച്ചൊരു സിനിമ ചെയ്യണമെന്ന്. നമ്മൾ ഏതോ വലിയൊരു കുറ്റം ചെയ്ത പോലെയാണ് ഇവരോ അവർ അറസ്റ്റ് RDX പ്രൊഡ്യൂസ് അങ്ങനെയൊക്കെയാണല്ലോ ഇവർ പറയുന്നത്. ആ എഗ്രിമെൻ്റ് പ്രകാരം നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് അവർക്കെല്ലാം കൊടുത്തതാണ്. വിവാദങ്ങൾ വന്നു കഴിയുമ്പോഴാണ് നമ്മൾക്ക് യഥാർത്ഥത്തിൽ നമ്മൾക്ക് കൂടെ നിൽക്കുന്നവര് 1-2 ആൾക്കാർ വിളിച്ചിരുന്നു. അവർ വിളിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല, ആർക്ക് വേണ്ടിയിട്ടാണ്, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അത് ഞാൻ പേരൊന്നും പറയുന്നില്ല. നമ്മൾ ആദ്യം ഒരു കാസ്റ്റിങ്ങിൽ എത്തിയാൽ ചില സമയത്ത് ബഡ്ജറ്റ് നമ്മൾ സമ്മതിക്കില്ല. നമ്മൾ നോക്കുമ്പം 80% ഇതിനങ്ങ് പോവും, 60% റെമ്യൂണറേഷന് പോവും. എനിക്ക് മിന്നൽ നന്നായിട്ട് പോയൊരു സിനിമയാണ്, RDX നന്നായിട്ട് പോയൊരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന സിനിമ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. വെൽക്കം സോഫിയ പോൾ മാം, സ്വാഗതം. താങ്ക് യു. റിയൽ ടു റിയലിലേക്ക് സ്വാഗതം. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനാണ് ഇപ്പം ഇങ്ങനെ ഇരുത്തുന്നത്. എനിക്ക് തോന്നുന്നു മുന്തിരിവള്ളികളിൽ തുടങ്ങി ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ വരെ എത്തി നിൽക്കുമ്പോൾ ഫ്ലോപ്പ് എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൽ ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെയും കൊണ്ടലാണ് ഒരു മിക്സഡ് റെസ്പോൺസ് ഒക്കെ വന്നിട്ടാണ് പോയത്. ബാക്കി എല്ലാം ഹിറ്റിലേക്ക് വന്ന അല്ലേ? എൻ്റെ ഒരു ഫസ്റ്റ് ബാംഗ്ലൂർ ഡേയ്സ്, സോറി മുന്തിരികളില്ല, ബാംഗ്ലൂർ ഡേയ്സിൽ തുടങ്ങി. എനിക്ക് ഞാനത് പേര് മാറിപ്പോയി. ബാംഗ്ലൂർ ഡേയ്സിൽ തുടങ്ങി ഇങ്ങോട്ട് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കൊണ്ടൽ മാത്രമാണ് പിന്നെ ഒരു മിക്സഡ് റെസ്പോൺസിൽ വന്ന് നിൽക്കുന്നത്. ഈ തുടർച്ചയായ ഹിറ്റുകൾ വന്നു കഴിയുമ്പോൾ ഈ സക്സസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? ആക്ച്വലി നമുക്കത് ഭയങ്കര റെസ്പോൺസിബിലിറ്റി കൂടുവാണല്ലോ. പിന്നെ നമ്മൾ നെക്സ്റ്റ് മൂവി എടുക്കുമ്പോഴും കഥ സെലക്ട് ചെയ്യുമ്പോഴും എല്ലാം നമുക്കതൊരു ഇത് എങ്ങനെയാണ് ഓക്കെ ആവുമോ. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ഒരു കോൺഫിഡൻസിലാണ് ഇത് എടുക്കുന്നത്. പിന്നെ അറ്റ് ദി എൻഡ് എപ്പോഴും പ്രേക്ഷകരുടെ ഒരു റിസൾട്ടാണല്ലോ. എന്നാലും നമുക്കൊരു ഇത് ശരിയാകും, ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് എടുക്കുന്നത്. ഈ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പം മാം വായിക്കുന്നു, ഇപ്പം മക്കള് വായിക്കുന്നു, ഹസ്ബൻഡ് വായിക്കുന്നു, എല്ലാവരും വായിച്ച് ഫൈനൽ ചെയ്തതിന് ശേഷമാണോ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യുന്നത്? അതെയോ ആ പ്രോസസ്സ് എങ്ങനെയാണ് ശരി? അത് ആക്ച്വലി ഇപ്പം കേൾക്കുന്ന ചിലപ്പം ആദ്യം സെഡിൻ മൂത്ത മകനായിരിക്കും. കാരണം ഇപ്പം പുള്ളിയാണ് കൊച്ചിയിൽ സെറ്റിൽഡ്. 2 പേരാണല്ലോ ആ മക്കൾ, സെഡിനും കെവിനും. അപ്പം കെവിൻ ദുബായിലാണ് സെറ്റിൽഡ്. അപ്പം കൂടുതലും സെഡിനും സെഡിൻ്റെ വൈഫ് ലിൻസിയുമാണ് കേൾക്കുന്നത്. അപ്പോൾ അവർ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എന്നോട് പറയും. പിന്നെ അപ്പം ഞാൻ നെക്സ്റ്റ് കേൾക്കും. അപ്പോൾ നമുക്കൊരു 2-3 പേർക്കൊക്കെ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് പിന്നെ എന്തെങ്കിലും ഇപ്പോൾ ഒരാൾക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ല വേണ്ടാന്ന് പറയുകയാണെങ്കിൽ നമ്മളത് വേണ്ടാന്ന് വെക്കും. കാരണം ഒരു സംശയത്തിൻ്റെ പേരിൽ ഒരാളുടെ ഇഷ്ടം ഇല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ നമുക്കതൊരു ഇതാണല്ലോ, അത് ശരിയാകുമോ എന്നുള്ള. അപ്പോൾ മൊത്തത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഒരെണ്ണം എടുക്കുന്നത്. അതെ. ഇപ്പൊ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ വന്നു കഴിയുമ്പോൾ ഒരുപാട് എന്താണ് കമന്റ്സിലൊക്കെ കാണാം, ഇത് മിന്നൽ മുരളിയുടെ ഒരു സ്പിൻ ഓഫ് ആണ്, അല്ലെങ്കിൽ മിന്നൽ മുരളിക്ക് 3ാമത് മിന്നൽ അടിച്ച ഒരാളാണ്. അങ്ങനെ ഒരുപാട് രസകരമായിട്ടുള്ള കഥകളുണ്ട്. എനിക്കൊരു പശ്ചാത്തലം കാണുമ്പോഴും കുറച്ചൊരു നമ്മുടെ ഈ കാസറ്റ് ഒക്കെ ഇടുന്നതാണ് കാണിക്കുന്നത്. പഴയ TV, വാക്മാൻ കാലഘട്ടം കുറച്ച് പുറകിലാണ്. ആ ഒരു ലൊക്കേഷൻ വൈസ് ആണെന്നുണ്ടെങ്കിൽ മിന്നൽ മുരളിയായിട്ടൊക്കെ ഏറെക്കുറെ സാമ്യമുള്ള പഴയ കാലഘട്ടം തന്നെയാണ് കാണിക്കുന്നത്. അതുമായിട്ട് എന്തെങ്കിലുമൊക്കെ സാമ്യമുണ്ടോ? അത് ജസ്റ്റ് അത് ചുമ്മാ യാദൃശ്യമായിട്ട് വന്ന ഒരു സാമ്യം മാത്രമാണോ? ഈ രൂപമൊക്കെ വരുന്നുണ്ട്. നമ്മളല്ല കഥ ആവശ്യപ്പെടുന്ന കാലഘട്ടം അതാ. അപ്പം നമ്മൾ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നും പറഞ്ഞ് നമ്മളിപ്പോൾ അതൊരു ഫോം ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യത്തെ സിനിമ മിന്നൽ ചെയ്തു. അപ്പോൾ ആ യൂണിവേഴ്സിൽ നമ്മൾ കുറച്ച് പുതിയ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരിക. അപ്പോൾ അതിൽ 2ാമത്തെ സിനിമയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. അപ്പം ആ കാലഘട്ടം കഥയിലുണ്ടായിരുന്നൊരു കാലഘട്ടമാണ്. അപ്പം നമുക്ക് നോക്കിയപ്പോൾ സെയിം ആ ഒരു മിന്നലിൻ്റെ ഒരു പീരീഡാണ് ഈ കഥ നടക്കുന്നതും. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇത് കഴിഞ്ഞിട്ട് ജാംബി ആയാലും അത് ഈ യൂണിവേഴ്സിലോട്ട് വരുന്ന മൂവിയാണ്. നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടല്ലോ. അതും ഈ യൂണിവേഴ്സിലോട്ട് വരുന്നതാണ്. അതും ഈ ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ അതും അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് പുതിയ ക്യാരക്ടേഴ്സ് വരുന്നു യൂണിവേഴ്സിലോട്ട്. പിന്നെ നമുക്ക് ലൈൻഡപ്പ് ഈ യൂണിവേഴ്സിലേക്ക് വേറെയും 2 കഥ നമ്മൾ ഓൾറെഡി ലൈൻഡപ്പ് ഉണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് ഇയർ ബിഗിനിങ്ങോ അല്ലെങ്കിൽ ഇയർ എൻഡിലോ നമ്മൾ അതിൻ്റെ ജാംബി കഴിഞ്ഞിട്ടുള്ളത് അനൗൺസ് ചെയ്യും. അങ്ങനെ
ഇപ്പൊ ഞാൻ കേട്ടു ഇപ്പം ഇതിലിപ്പോ അപ്പൊ ഈ മൂന്നാമതൊരാൾക്ക് മിന്നൽ അടിച്ചെന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഈ ചാക്കിട്ടെ ഷിബുവിന്റെ കഥാപാത്രം അല്ലെങ്കിൽ ഇപ്പൊ മാസ്ക് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അത് കഥയാണ്. ഞാൻ ജസ്റ്റ് ഒരു ചോദിച്ചാണ് ഈ മിന്നൽ മുരളിയിലെ യൂണിവേഴ്സിലും അതിലെ ഏതെങ്കിലും കഥാപാത്രങ്ങൾ വന്നു പോകേണ്ട ഒരു സാഹചര്യത്തിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമോ? ഇപ്പൊ ആ വേൾഡുമായിട്ട് കണക്റ്റഡ് ആണ്, അതിപ്പോ നമ്മളിപ്പം പറയാൻ പറ്റത്തില്ല. സസ്പെൻസ് ആയിട്ട് ഗസ്റ്റൊക്കെ പ്രതീക്ഷിക്കാന്നൊക്കെ വെക്കാം. ഈ ഒരു ഐഡിയ എങ്ങനെയാണ് വന്നത്? നമുക്ക് ഇങ്ങനെ യൂണിവേഴ്സ് ഉണ്ടാക്കുക. നമ്മള് എനിക്ക് മലയാളികളെ ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ട് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ് നമുക്ക് ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ കേട്ടത്. പിന്നെ ബുക്കുകളിലൊക്കെ പലതും വന്നിട്ടുണ്ട് അങ്ങനെ. പക്ഷെ ലോകേഷ് LCU എന്ന് പറയുന്നൊരു അതിലേക്കാണ് നമ്മളുടെ മലയാളത്തിന്റെ ഒരു യൂണിവേഴ്സ് വരുന്നത്. ഇങ്ങനെ ഒരു ഐഡിയ ശരിക്കും ഈ കഥ അങ്ങനെ വന്നതാണോ, അതെയോ നിങ്ങളുടെ ഐഡിയ വന്നപ്പോൾ അതിന് വേണ്ടിയിട്ട് തിരിച്ചതാണോ? അതെ, ആക്ച്വലി ആ കഥ വരുമ്പോൾ അങ്ങനെ വന്നതല്ല. നമ്മൾ ഈ റൈറ്റേഴ്സ് വന്ന് അവരെ റൈറ്റേഴ്സ് തന്നെ ഇതിൻ്റെ ഡയറക്ടേഴ്സും ഇന്ദ്രനീലും രാഹുലും അവരൊന്ന് പറയുമ്പം അതിന് ശേഷം നമുക്കിങ്ങനെ ഒരു ഐഡിയ വന്നത്. നമുക്കിങ്ങനെ ഒരു കാരണം നമുക്കപ്പോൾ കണക്റ്റഡ് ആയിട്ട് വേറെയും 2-3 കഥകൾ വന്നപ്പം നമ്മൾ എന്തുകൊണ്ട് ഇതിനെ നമുക്കൊരു യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്ത് ഈ ക്യാരക്ടേഴ്സിനെ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ക്യാരക്ടേഴ്സ് പല ക്യാരക്ടേഴ്സും അടുത്ത സിനിമയിലുണ്ടാവും, അങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോവുക നമ്മൾ. അപ്പം അങ്ങനെ തോന്നിയൊരു തോട്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ അപ്പം അതിനെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനെ നമ്മൾ അങ്ങനെ കണക്ട് ചെയ്യിപ്പിച്ചു. പിന്നെ ആ സ്റ്റോറി അങ്ങനെ ആക്കിച്ചു അതിനെ. ആ നെക്സ്റ്റിലേക്കുള്ള അടുത്ത ജാമ്പി അങ്ങനെ പോവും അത് കണക്ഷൻ. അതെന്തുകൊണ്ടാണ് ഈ മിന്നൽ മുരളി സെലക്ട് ചെയ്തത്? ഇതുവരെ ചെയ്ത വേറെ പടങ്ങളൊക്കെ അങ്ങനെ ഒരു സ്പിൻ ഓഫോ അങ്ങനെ ഒരു യൂണിവേഴ്സലിന്റെ മിന്നൽ മുരളി മാത്രം ഇത് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന കഥ ആയതുകൊണ്ട് മാത്രമാണ് തോട്ട് പ്രോസസ് വന്നത്? അല്ല, അപ്പം അതൊരു സൂപ്പർ ഹീറോ ആണ്. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു ഡിറ്റക്റ്റീവ് ആണ്. നെക്സ്റ്റ് വരുന്ന സോംബി, അപ്പം എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് ആണല്ലോ. അപ്പം നമ്മളതിനെ ഒരു യൂണിവേഴ്സ് ആക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പം മിക്ക യൂണിവേഴ്സിൽ നോക്കുമ്പോൾ പറയാം പല പവറുള്ള ക്യാരക്ടേഴ്സ് ആണല്ലോ വരുന്നത്. ചിലർക്ക് പവർ ഇല്ല, അവരുടെ സ്കിൽസിനെ വെച്ചിട്ടാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വീക്കെൻഡിന് അങ്ങനെ ഒരു യൂണിവേഴ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ ധ്യാനിന്റെ ഒരു കരിയർ നോക്കുക, എനിക്ക് ധ്യാനിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. ഇപ്പൊ ആരും സ്വന്തം പരാജയങ്ങളെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അത് എനിക്ക് ഇങ്ങനെ ഫ്ലോപ്പ് ഉണ്ട് അങ്ങനെ പറയുന്ന വളരെ അപൂർവ ആൾക്കാർ. ധ്യാൻ വിജയങ്ങളെ പറ്റിയും പറയാറുണ്ട്, എന്റെ സിനിമ ഫ്ലോപ്പാണ് അങ്ങനെ ഞാൻ തുറന്ന് സമ്മതിക്കുന്ന ഒരു പേഴ്സണാലിറ്റി, ഒരു ഗുഡ് ക്വാളിറ്റിയുടെ ഉടമയാണ്. ഇപ്പൊ ഞാൻ ഇതിന്റെ ട്രെയിലറിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് കമന്റുകൾ ധ്യാൻ ഒരുപാട് നിരാശപ്പെടുന്ന പല കമന്റ്സും വന്നിട്ടുണ്ട്. ഇൻട്രൊഡ്യൂസിങ് ധ്യാൻ 2.0 എന്നാണ് ഇട്ടേക്കുന്നത്. അപ്പൊ ഈ കമന്റുകളൊക്കെ വായിച്ചു കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ ധ്യാന്റെ മുന്നേ ഉള്ള സിനിമകളുടെ ഒരു പക്ഷെ പരാജയം അങ്ങനെ ഒരു ടെൻഷൻ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ മലയാളത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ എപ്പോഴും കോണ്ടന്റ് ആണ് ഹീറോ. നമ്മൾ ആക്ടേഴ്സിനെ വെച്ചിട്ട് അപൂർവം എനിക്ക് തോന്നുന്നു അങ്ങനെ സിനിമ ഓടുവന്ന്. കഥ മോശമാണെങ്കിൽ ആക്ടേഴ്സ് ഒന്നും ഓടില്ല, ആരും അഭിനയിച്ചില്ല. അപ്പം നമുക്ക് തോന്നി ഇപ്പം ധ്യാൻ നല്ലൊരു ആക്ടറാണ്. അപ്പോൾ നമുക്ക് ഈ കഥ ഇഷ്ടപ്പോൾ നമ്മൾ ധ്യാനോട് നമുക്ക് തോന്നി ധ്യാൻ ഇതിന് ആപ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ ആ ഒരു വിശ്വാസം ധ്യാനം ഇഷ്ടപ്പെട്ടു. ഇപ്പം നമ്മൾ ആ കഥയിലാണ് വിശ്വസിക്കുന്നത്. നമുക്ക് ആ കഥയിൽ നമുക്ക് നല്ല വിശ്വാസമുണ്ട്, അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പൊ ഈ ഒരു ഡയറക്ടറെ വരുമ്പോൾ ഇപ്പൊ ഇവർ പുതിയ ആൾക്കാരാണ്, കൊണ്ടല് ചെയ്തതും പുതിയൊരു ഡയറക്ടറാണ്. ഈ ഡയറക്ടറെ ട്രസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് വായിക്കാം, ഇദ്ദേഹം എടുക്കുന്ന ട്രസ്റ്റ് ഒരാളിൽ വരണ്ടേ, അതെങ്ങനെയായിരിക്കും? അതെ, ജിബു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെയ്തതെല്ലാം പുതിയ ഡയറക്ടേഴ്സ് ആയിരുന്നു. പടയോട്ടം, RDX, പിന്നെ കൊണ്ടൽ, പിന്നെ അതെ എല്ലാവരും പുതിയ ഡയറക്ടേഴ്സ് ആയിരുന്നു. അപ്പം ശരിക്കും നമ്മൾ ഇവരുടെ ഏതെങ്കിലും വർക്കൊക്കെ കാണുകയോ പിന്നെ നമുക്കൊരാളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും ഇവരുടെ ഐഡിയാസ് കേൾക്കുമ്പോഴും നമുക്കറിയാമല്ലോ ഇവർ എന്തായാലും ഇതിന് കേപ്പബിൾ ആണ്. പിന്നെ മിക്കവരും അവർ ചെയ്ത ഏതെങ്കിലും വർക്കൊക്കെ കൊണ്ടുവന്ന് നമ്മളെ കാണിക്കും. പിന്നെ ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു സപ്പോർട്ട് വേണം. പുതിയ ഡയറക്ടേഴ്സ് ആകുമ്പോൾ നമ്മൾ നല്ല ചീഫ് അസോസിയേറ്റിന് അവർ സപ്പോർട്ട് ചെയ്യാൻ കൊടുക്കും. പിന്നെ ബാക്കി എല്ലാം ടെക്നിക്കൽ സൈഡ് നമ്മൾ വെക്കുന്ന എല്ലാം ഏറ്റവും നല്ല ആൾക്കാരെ ആയിരിക്കുമല്ലോ, അത് തന്നെ ഇവർക്ക് ഭയങ്കര ഒരു സപ്പോർട്ടീവ് ആണല്ലോ. ഇപ്പൊ ഇങ്ങനെ ഒരു സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിലേക്ക് ധ്യാനിനെ പ്ലേസ് ചെയ്യുന്നു, ഈ ആളുകൾക്കൊന്ന് അതിന്റെ ഒരു ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ആർട്ടിസ്റ്റിനെ വെക്കണം, ആർട്ടിസ്റ്റിനെമായിട്ട് ചിന്തിച്ചുകൂടെ, അല്ലെങ്കിൽ യൂണിവേഴ്സ് റിസ്ക് ആണ്, മലയാളത്തിൽ വർക്ക് ചെയ്യില്ല, ഈ പിന്തിരിപ്പിക്കാൻ ആൾക്കാരുടെ ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇത് അങ്ങനെ അധികം മലയാളം നമ്മൾ കണ്ടിട്ടില്ല, ഇങ്ങനെ യൂണിവേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി കണ്ടിട്ടില്ല. അങ്ങനെ പിന്തിരിപ്പിക്കാൻ ആൾക്കാർ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ മറ്റൊരു ആർട്ടിസ്റ്റിനെ ചിന്തിച്ചുകൂടെ, അങ്ങനെയൊക്കെ? നമ്മളങ്ങനെ ആർട്ടിസ്റ്റിന് വേറെ നമ്മളങ്ങനെ അധികം ചിന്തിച്ചില്ല, അങ്ങനെ നമ്മുടെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അത് പിന്നെ നമ്മുടെ ഒരു ഡിസിഷൻ ആണല്ലോ എല്ലാം, നമുക്ക് ഇന്ന ആക്ടറെ വെച്ച് ചെയ്യാം. ശരിയാണ്, നമ്മൾ ചിലപ്പോൾ ഒരു കഥ പല ആക്ടേഴ്സിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യും, ചിലവർക്കത് വർക്കാവില്ല, ചിലവർക്കത് വർക്കാവും. അപ്പം നമ്മൾ തന്നെ നമ്മുടെ ഒരു ഡിസിഷൻ ആണല്ലോ പിന്നെ
അങ്ങനെ നമുക്കങ്ങനെ ആരും വന്ന് നമ്മുടെ അടുത്ത് ഇത് വർക്കാവില്ല, ഈ യൂണിവേഴ്സ് ഇങ്ങനെ മലയാളത്തിൽ ശരിയാവില്ല, അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇല്ല. ഇപ്പൊ മിന്നൽ മുരളി വരുവാണെങ്കിൽ വിന്റേജ് കാലഘട്ടം, പഴയ പ്രത്യേകിച്ച് കാലഘട്ടം പറയുന്നില്ലെങ്കിലും പഴയ കാലങ്ങൾ. ഇപ്പൊ ഇത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലം വരുവാണെന്നുണ്ടെങ്കിലും എനിക്ക് വേഗം നൊസ്റ്റാൾജിയ, കാസറ്റ് ഇട്ട് കാണുന്നത്, ബാറ്റ്മാനൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയാണ്. അപ്പൊ ഈ ഇനി അടുത്ത വരുന്നത് അനൗൺസ് ചെയ്ത പടവും ഈ ഒരു കാലഘട്ടം തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകത എന്താണ്, ഇഷ്ടം എന്താണ്? അല്ല, ആക്ച്വലി ആ കാലഘട്ടം നമ്മൾ ചെയ്യുമ്പോൾ നമുക്കും കോസ്റ്റ് വൈസ് കൂടുതലാണ്. കാരണം നമ്മൾ ആ കാലഘട്ടം ക്രിയേറ്റ് ചെയ്യണ്ടേ. പിന്നെ ആ കാലഘട്ടത്തിന് പ്രത്യേകിച്ചൊരു ഭംഗിയുണ്ട്. പിന്നെ മൊബൈൽ ഫോണില്ല. അപ്പം നമുക്ക് ബിലീവബിൾ ആക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം ഈ കാലഘട്ടം ആകുമ്പോൾ എല്ലാം ഈസി ആണല്ലോ നമുക്കിപ്പം. അതെ, അപ്പം ആ കാലഘട്ടം ആണ് നമുക്ക് കുറച്ച് ആൾക്കാർ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മലയാളിക്ക് കുറേ റൂട്ടഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണല്ലോ. നമ്മുടെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലം എന്നുള്ളൊരു ടൈറ്റിൽ ആദ്യം തന്നെ ഇവര് കഥ പറയുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു, അത് പിന്നീട് ടൈറ്റിൽ ഇട്ടതാരാണ്? അല്ല, അവർ വരുമ്പോൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ അല്ല, അതിന് ഉജ്ജ്വല ചരിതം അങ്ങനെയായിരുന്നു. അപ്പോൾ നമുക്ക് തന്നെ തോന്നുന്നത് എഴുതി വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുമോ. പിന്നെ നമുക്ക് ഈ ക്യാരക്ടർ ഡിറ്റക്റ്റീവ് ആണല്ലോ, പിന്നെ നമ്മളങ്ങനെ ചിന്തിച്ചു എന്തുകൊണ്ട് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ആക്കിക്കൂടാ. അങ്ങനെ നമ്മൾ ഡയറക്ടേഴ്സായിട്ട് സംസാരിച്ചപ്പോൾ അവർക്കും അതിഷ്ടമായി, അത് കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പം ധ്യാനം പറഞ്ഞു ഉജ്ജ്വലനൊക്കെ എഴുതുന്നത് എങ്ങനെയാന്നുള്ള ഒരു പക്ഷെ നമുക്ക് നന്നായിട്ട് വന്നു അത്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്നുള്ളത് എഴുതിയപ്പോൾ നമുക്ക് ഈ ഫോണ്ടൊക്കെ നമ്മൾ ചിന്തിക്കുമല്ലോ ഇത് എഴുതുന്ന, പക്ഷെ അത് നന്നായിട്ട് വന്നു. ഇപ്പൊ അടുത്ത് വന്നിപ്പോ എനിക്ക് നമ്മളെ പടങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ പടയോട്ടം തൊട്ട് ഇങ്ങോട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ 4-5 പുതിയ സംവിധായകരെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫ്രൈഡേ ആണ് ഏറ്റവും കൂടുതൽ പുതിയ സംവിധായകരെ ലോഞ്ച് ചെയ്തൊരു പ്രൊഡക്ഷൻ ഹൗസ്. അപ്പൊ അടുത്ത പടവും പുതിയൊരു സംവിധായകനാണ് വരുന്നത്. അപ്പം ആ ഒരു ട്രസ്പോസ് ഇനി ഇപ്പൊ ഒരു നമ്മൾ എനിക്ക് ഉറപ്പായിട്ട് പ്രൊഡക്ഷൻ ഹൗസ് വന്നു കഴിയുമ്പോൾ നമുക്കൊരു എസ്റ്റാബ്ലിഷ് ആയിട്ട് വലിയ സംവിധായകനെ, അതാണ് ഏറ്റവും സേഫ് സോൺ എന്ന് പറഞ്ഞ് പോകുന്ന ഒരുപാട് പ്രൊഡക്ഷൻ ഹൗസുകളുണ്ട്. ആ ഒരു പ്രോസസ്സിലേക്കൊക്കെ അങ്ങനെ ഒരു ഡിസ്കഷനൊക്കെ നിങ്ങൾക്ക് ഫാമിലിക്കിടയിലൊന്നും വരാറില്ല? ശരി, അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ഈ ഓരോ കഥ കേട്ട് ഇഷ്ടപ്പെട്ടിട്ട് കഴിയുമ്പം ഡയറക്ടർ ചിലപ്പോൾ പുതിയതായിരിക്കും. അപ്പം അങ്ങനെ ഒരുപാട് ന്യൂ കമേഴ്സ് വരുന്നുണ്ട് നമ്മുടെ അടുത്ത് കഥ പറയാനായിട്ട്. ഇപ്പോൾ ഒരു എസ്റ്റാബ്ലിഷ് ഡയറക്ടറിൻ്റെ അടുത്ത് അപ്പം നമ്മൾ അങ്ങോട്ട് ചെന്ന് പറയുമല്ലോ നമുക്ക് ഒരു പ്രോജക്റ്റ് ചെയ്യണം. അങ്ങനെയുണ്ട്, എനിക്ക് അങ്ങനെ 1-2 പ്രോജക്ട്സ് ഉണ്ട്. അത് ഇച്ചിരി പക്ഷേ സമയം എടുക്കും. ഇപ്പോൾ ഞാൻ ഓൾറെഡി അൻവറുമായിട്ടൊരു പ്രോജക്റ്റ് ഉണ്ട്, പക്ഷേ അത് ഞങ്ങൾ അതിൻ്റെ ഡിസ്കഷനിലാണ്. അത് ചിലപ്പോൾ ഇച്ചിരി ടൈം എടുക്കുമായിരിക്കും തുടങ്ങാനായിട്ട്. അതെ, അന്നും അത് 10 വർഷം. അതെ, അപ്പോൾ 10 വർഷമായപ്പോൾ എന്നോട് പറഞ്ഞു വെച്ച് 10 വർഷമായി അന്നെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഇനി സിനിമ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഡിസ്കഷനിലാണ് ആക്ച്വലി. അപ്പം അത് ഈ പറയണൊക്കെ എല്ലാം ഒത്തുവരികയാണെങ്കിൽ നെക്സ്റ്റ് ഇയർ എന്തെങ്കിലും ഉണ്ടാവണം, അങ്ങനെ ഒരു നിൽപ്പുണ്ട് അതങ്ങനെ. അപ്പം ഇതല്ലേ, അപ്പോൾ ഈ കഥ വന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഐഡിയാസ് ഇഷ്ടപ്പെടും. അപ്പം നമ്മൾ വിചാരിക്കും എന്തുകൊണ്ട് ഇത് ട്രൈ ചെയ്തുകൂടാ. പിന്നെ ശരിയാ, പുതിയ ഡയറക്ടേഴ്സ് ആകുമ്പം നമുക്കും കുറച്ചുകൂടെ കംഫർട്ടബിളാണ് അവരുമായിട്ട് നിന്ന് ഡിസ്കസ് ചെയ്യാനും. മീൻസ് മറ്റുള്ളവർ കംഫർട്ടബിൾ അല്ലെന്നല്ല. അപ്പോൾ ഇവർ കൂടുതലും നമ്മുടെയും ഒരു സപ്പോർട്ട് കൂടുതൽ വേണമല്ലോ പുതിയ ഡയറക്ടേഴ്സ് ആകുമ്പോൾ. അതൊരു അങ്ങനെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ് ആക്ച്വലി. അല്ലാതെ നമ്മൾ പെർപ്പസ്ഫുള്ളി നമ്മളങ്ങനെ പുതിയ ഡയറക്ടേഴ്സ് എന്നെ നോക്കി അങ്ങനെയില്ല. ഇപ്പം നമ്മൾ ജോൺ ലൂതറിൻ്റെ ഡയറക്ടറുണ്ട് അഭിജിത്തുമായിട്ടൊരു പ്രോജക്റ്റ് ഉണ്ട് ഞങ്ങൾക്ക്. പിന്നെ ഇപ്പം നെക്സ്റ്റ് ചെയ്യുന്ന ജാമ്പിയുടെ ജോർജ് കോര എനിക്ക് തോന്നുന്നു നേരത്തെ ഒരു ചെറിയ മൂവി ചെയ്തിട്ടുണ്ട്. യെസ്. അപ്പം അതുകൊണ്ട് എല്ലാവരും പുതിയതല്ല. ഈ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ത് ജോണറിൽ പെടുത്ത? ഫാന്റസി ആണോ, എന്താണ്, ത്രില്ലറാണോ, അത് കോമഡി ആണോ, എന്തായിരിക്കും അതിൻ്റെ ഒരു ജോണർ? ശരിക്കും കോമഡി പ്ലസ് അതൊരു മേർഡർ, അങ്ങനെ ത്രില്ലർ എന്ന് പറയാം. അതൊരു അങ്ങനത്തെ ഒരു കൂടി തന്നെയാണ്. അതായത് ഇപ്പൊ മിന്നൽ മുരളി വച്ചിരിക്കുന്ന ഒരു വേൾഡ് ഉണ്ട്, ആ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വേൾഡ് ഉണ്ട്. ആ വേൾഡ് തന്നെ ആയിരിക്കും ഇത് കാണുമ്പോഴും ആൾക്കാർക്ക് ഫീൽ ചെയ്യാൻ പോകുന്നത്. അതെ, അങ്ങനെ പുതിയ കഥാപാത്രങ്ങൾ വരുന്നു മാത്രമേ. അതെ, അതുപോലത്തെ ഒരു ഗ്രാമം, ആ ഒരു ഗ്രാമത്തിലെ കഥയായ ആൾക്കാരും തന്നെ ആയിരിക്കും. അല്ല, ഇതൊരു വേറെ ഗ്രാമം, കുറുക്കൻമൂലയുടെ നെയ്ബറിംഗ് ഗ്രാമമാണിത്. അപ്പൊ നെക്സ്റ്റ് വരാൻ പോകുന്നത് ഈ ഗ്രാമത്തിലെ നെയ്ബറിംഗ് ഗ്രാമത്തിലാണ് ജാമ്പി നടക്കുന്നത്. അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു വില്ലേജ്, ഇങ്ങനെ നെയ്ബറിംഗ് വില്ലേജസിൽ നടക്കുന്നതായിട്ട്. ഇതിന്റെ ലൊക്കേഷൻ അത് വയനാടായിരുന്നില്ലേ? അത് വയനാട്. അതെ അതെ അതെ. അല്ല, ഇത് നമ്മള് പാലക്കാട് ആ ഏരിയയിലായിരുന്നു. അപ്പൊ ഈ അടുത്ത ഗ്രാമം എന്ന് പറയുമ്പോ ടൊവിനൊക്കെ എളുപ്പം വന്ന് ഗസ്റ്റ് ഹൗസിൽ വന്ന് പോകാനുള്ള ഒരു സാധ്യത എന്തെങ്കിലും പ്രതീക്ഷയായിട്ട് നമുക്ക്
ഇല്ല ഇപ്പം നമ്മളൊന്നും ഇല്ല കാരണം ഇപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ഏത് ക്യാരക്ടേഴ്സ് വരുന്നുണ്ടെന്നൊക്കെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഇനി ഉണ്ടല്ലോ അടുത്ത മൂവീസ്, അപ്പോൾ അതിൻ്റെ അകത്തോട്ടൊക്കെ കണക്ഷൻ ഉണ്ട്. അതിലെ മീൻസ് അതിലുള്ള ക്യാരക്ടേഴ്സ് ഇതിൽ വരുന്നുണ്ട്, അങ്ങനെയുണ്ട്. നെക്സ്റ്റിലുള്ള ആൾക്കാർ ഇതിൽ വന്നു പോകുന്നൊക്കെ ഉണ്ട്. അത് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതെ അതെ അതെ. കാരണം അപ്പുറം ഇപ്പുറമുള്ള ഗ്രാമങ്ങളല്ലേ, ഇപ്പം നമ്മൾ അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പോയില്ലേ, അതുപോലെ അങ്ങനെ ഈ ഒരു എന്താ പറയുക ഒരു ഉദ്യമം വലിയൊരു സക്സസ്ഫുൾ ആണ് ഈ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. നോർമലി ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം ലൊക്കേഷനിൽ ഉണ്ടാവുമോ? നമ്മളിപ്പോഴും ചില ആളുകൾ കർക്കശക്കാരായ പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അത്രയും നമ്മുടെ എന്താണ് ചെലവാക്കുന്ന കാര്യങ്ങളിലും അല്ലെങ്കിൽ അത്രയും പിടിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. ഈ വീക്കെൻഡ് ബ്ലോക്ക്ബസ്റ്റേഴ്സ് എങ്ങനെയാണ് ശരിക്കും? ഞാൻ കൂടുതലും ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ടാവും. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അത്ര നിന്നില്ല, കാരണം കൂടുതലും സെഡിനും അവർ മോനും വൈഫൊക്കെ ഉണ്ടായിരുന്നു കൂടുതലായിട്ട്. എന്നാലും ഞാൻ ഇടയ്ക്ക് പോകുമായിരുന്നു, കാരണം അപ്പോൾ ആ സമയത്ത് എനിക്ക് ഡെങ്കു ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് അധികം ട്രാവൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളൊരു മൂവിക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്യും, പക്ഷെ നമ്മൾ ബഡ്ജറ്റ് നമ്മൾ നന്നായിട്ട് അതിനെ കൺട്രോൾ ചെയ്യും. കാരണം അനാവശ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പം ഉദാഹരണത്തിന് ഒരുപാട് സാധനങ്ങൾ ഈ ഓർഡർ ചെയ്ത് അവർ വെക്കും, ചിലത് അവർ യൂസ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ വെറുതെ അതിന് റെൻറ്റ് കൊടുക്കും. അപ്പോൾ നമ്മളത് 1-2 സിനിമ കഴിയുമ്പോഴാണ് നമ്മൾ ശരിക്കും അത് പഠിക്കുന്നത്. ആദ്യം നമ്മളും അത് ശ്രദ്ധിക്കില്ല, നമ്മൾ ഒരിക്കലും ഇതൊക്കെ ആവശ്യമുള്ളതായിരിക്കാം, പക്ഷെ പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് വരുമ്പോൾ ഇത് കുറേ ദിവസമായിട്ട് ഇരിപ്പുണ്ട്. പക്ഷേ ചില അത് ഹാൻഡിൽ ചെയ്യുന്നവർ നമ്മുടെ തോന്നിട്ട് പറയും, ഇത് വന്നിട്ട് ഇത്ര ദിവസമായി ഇതുവരെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല എന്ന് നമ്മളോട് ഒന്ന് പറയും. അപ്പോഴാണ് നമ്മൾ അത് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. നമ്മൾ ഡെയിലി അതിനുള്ള റെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ റെൻറ്റ് മാത്രമല്ല, അത് ഹാൻഡിൽ ചെയ്യാൻ 2-3 പേരുണ്ടാവും, അവരുടെ ബാറ്റ കൊടുക്കുന്നുണ്ടാവും നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാനും അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും തുടങ്ങി. അപ്പം നമുക്ക് അങ്ങനെയുള്ള നമ്മൾ സേവ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ പല കാര്യങ്ങളും സിനിമയ്ക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ടെക്നിക്കൽ സൈഡ് ഒരുപാട് സിനിമയെ നന്നാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളെല്ലാവരും സിനിമയിലേക്ക് വളരെയധികം ഇൻവോൾവ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. ഇപ്പോൾ ഈ ഒരു സിനിമ വരുന്ന കഴിയുമ്പോൾ ഇതിനൊരു കാസ്റ്റിംഗ് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ഡയറക്ടർ പറയുന്ന കാസ്റ്റിംഗ് ആണ്, അതോ നിങ്ങൾക്ക് വായിച്ചതിന് ശേഷം ഇപ്പം മാമും ഹസ്ബൻഡും മക്കളും ഒക്കെ ആയിട്ടിരുന്ന് നിങ്ങളുടേതായിട്ടൊരു കാസ്റ്റിംഗ് പ്രോസസ് ഉണ്ടോ ഇതിന്? അതേ മറ്റൊരു ആളെ ഏൽപ്പിക്കുകയാണ്? അല്ല, നമ്മളും പറയാം, നമ്മളുടെ സൈഡിൽ നിന്ന് നമ്മളും പറയും. നമ്മൾ ആദ്യം ഒരു കാസ്റ്റിംഗിൽ എത്തിയാലും ചില സമയത്ത് ബഡ്ജറ്റ് നമ്മൾ സമ്മതിക്കില്ല. കാരണം നമുക്ക് മെജോറിറ്റി ഒരു മൂവിയുടെ ബഡ്ജറ്റിൽ നമ്മൾ നോക്കുമ്പം 80% ഈ ഇതിനങ്ങ് പോവും, 60% റെമ്യൂണറേഷന് പോവും. 60% റെമ്യൂണറേഷനും ആൾക്കാരുടെ ടെക്നീഷ്യൻസിൻ്റെയും ഇത്രയും പോകുമ്പോൾ നമുക്ക് പിന്നെ മൂവിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് നമുക്കപ്പോൾ അവിടെ നമ്മൾ ഭയങ്കര ലിമിറ്റഡായി പോകും നമുക്ക്. അപ്പോൾ നമ്മൾ കാരണം എല്ലാം നമ്മൾ നോക്കണമല്ലോ, ഇതിൻ്റെ ആഫ്റ്റർ ഇതിൻ്റെ സെയിൽസ്, ഇതിനെ നമ്മൾ സെല് ചെയ്യാനായിട്ട് ഇത്രയും ബഡ്ജറ്റ് ആകുമ്പോൾ നമ്മൾ ഈ ആക്ടാകുമ്പോൾ നമുക്ക് ഇത്രയേ പറ്റുള്ളൂ, ഇതൊക്കെ നമ്മൾ എല്ലാം ആലോചിച്ചിട്ടാണല്ലോ. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ഇവർ പറയുന്ന ഒരു ആക്ടറിന് നമുക്ക് കൊടുക്കാൻ പറ്റാണ്ട് വരും. അതിനൊരു ഓപ്ഷൻ വേറെ നോക്കാൻ പറയും. കാരണം നമ്മുടെ ബഡ്ജറ്റിൽ ചിലപ്പോൾ ആ ആക്ടർ ചിലപ്പോൾ എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പം നമ്മൾ പറയും നമുക്ക് ആ ഏരിയയിൽ ഇത്രയും സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പറയും. ചിലവർ അതുമായിട്ട് നമ്മളോട് സഹകരിക്കും. ചിലവർ പറയും എനിക്ക് മസ്റ്റാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഓക്കെ, ആ ഒരു ക്യാരക്ടറിന് ഇയാൾ തന്നെ വേണമെന്ന് നമ്മൾ അതനുസരിച്ച് അതും ചെയ്യും. അതെ, അപ്പോൾ ഇവിടെ അതെ ബാലൻസ് ചെയ്യണം. അതെ അതെ, അപ്പം അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. നമുക്കിപ്പോൾ എല്ലാം കംപ്ലീറ്റ് ഇഷ്ടത്തിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ് അതങ്ങ് അതിൻ്റെ എക്സീഡ് ചെയ്ത് പിന്നെ നമ്മളത് ഭയങ്കര ഒരു വല്ലാത്ത ടെൻഷനിലാവും. പിന്നെ നമ്മൾ ഇത് ഇത്രയായോ ബഡ്ജറ്റ്, അങ്ങനെ എനിക്ക് 1-2 സിനിമ നമ്മൾ വിചാരിച്ചാലും ബഡ്ജറ്റ് കയറി. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റ് വരെ എല്ലാവരുടെയും കഴിഞ്ഞിട്ട് പോകുമ്പോഴും നമ്മളാണല്ലോ ഏറ്റവും കൂടുതൽ ടെൻഷൻ. പിന്നെ ഇതിനെ തിയേറ്ററിലെത്തിയാലും അതിനെ സെല്ല് ചെയ്യുന്നതും എല്ലാം. അപ്പോൾ അവിടെ നമുക്ക് മാക്സിമം നമുക്ക് എങ്ങനെയൊക്കെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഈ ബഡ്ജറ്റ് പറഞ്ഞപ്പോൾ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്തുള്ളൊരു ചോദ്യമാണ്. ഇത്രയും സിനിമകൾ ചെയ്തു, ബാംഗ്ലൂർ ഡേയ്സ് തൊട്ട് ഇപ്പോൾ ഉജ്ജ്വലൻ വരെ വന്ന് നിൽക്കുന്നു. ഇപ്പൊ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ പല സിനിമകളുടെയും ബഡ്ജറ്റ് ഇത്രയാണ്, ചില സിനിമകൾ ഇത്രയും കോടികൾ കിട്ടുന്നു. സോഷ്യൽ മീഡിയയിൽ ആളുകളും നിരൂപകരും ഒക്കെ ഇടുന്ന ഒരു ലാഭവും അല്ലെങ്കിൽ ഇടുന്ന ഒരു കളക്ഷനും ഉണ്ട്, 50 കോടി 100 കോടി കളക്ഷൻ ഉണ്ട്. നിങ്ങളുടെ ഒരു എന്താണ് ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഇന്നോളം ചെയ്ത സിനിമകളിൽ ഏറ്റവും പ്രോഫിറ്റ് ആയി കിട്ടിയ ഒരു സിനിമ ഏതായിരിക്കും? ചിലപ്പോൾ നമ്മൾ നമ്മൾ അറിയുന്ന ഒരു സിനിമ ആയിരിക്കില്ല, അക്കൗണ്ട്സിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ അറിയുന്ന ആ സിനിമയേക്കാൾ കൂടുതൽ കിട്ടിയത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സിനിമയ്ക്കായിരിക്കും. ഏതായിരിക്കും?
അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം എനിക്ക് മിന്നൽ നന്നായിട്ട് പോയൊരു സിനിമയാണ്, RDX നന്നായിട്ട് പോയൊരു സിനിമയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അതൊക്കെ ഈക്വലി തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ പിന്നെ ബാക്കിയൊക്കെ ഇപ്പം മുന്തിരിവള്ളി ഭയങ്കര ഹിറ്റായിരുന്നു എനിക്ക്. അപ്പോൾ ആ സമയത്ത് നല്ല രീതിയിൽ പോയൊരു സിനിമയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന സിനിമ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ. ഈ ഞാനോട്ടെ ഇപ്പം സിനിമയിൽ നിൽക്കുമ്പോഴും ചില സമയത്ത് ഒന്നുകൊണ്ട് വിവാദങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മറ്റേ RDXന്റെ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ വിവാദങ്ങൾ വന്നു കഴിയുമ്പോഴാണ് നമ്മൾക്ക് യഥാർത്ഥത്തിൽ നമ്മൾക്ക് കൂടെ നിൽക്കുന്നവര് ചിരിച്ചു കാണിക്കുന്ന സുഹൃത്തുക്കളാണോ, അല്ലെങ്കിൽ ആരാണ് ഉള്ളതെന്നും ആരാണ് ഒരു അവസരം കിട്ടാൻ കാത്തു നിൽക്കുന്നതെന്നും നമുക്ക് മനസ്സിലാവുന്ന ഒരു സമയം നമുക്ക് വിവാദം വരിക. അങ്ങനെ ഒരുപാട് തിരിച്ചറിവുകൾ സിനിമയിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ അല്ലെങ്കിൽ വിവാദം വരുമ്പോൾ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നു? ഡെഫിനറ്റ്ലി ഫസ്റ്റ് നമ്മൾ ഒരു RDXന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് പെട്ടെന്നാണല്ലോ അത് ചാനലിൽ ഒരു വാർത്തയായിട്ട് വരുന്നത്, ഒരു കേസ് കൊടുത്തു നോക്കാൻ. കാരണം നമ്മളൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി, ആ എഗ്രിമെൻ്റ് പ്രകാരം നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് അവർക്കെല്ലാം കൊടുത്തതാണ്. പിന്നെ അവർക്കൊരു സംശയം വരികയാണെങ്കിൽ ചെയ്യേണ്ടത് വന്ന് ചെക്ക് ചെയ്യാം. നമുക്കതിനെല്ലാം പ്രൂഫുണ്ട്, ഇമെയിൽസൊക്കെ ഉണ്ട്, നിങ്ങൾ വന്ന് ചെക്ക് ചെയ്യും. അവർ ചെക്ക് ചെയ്യാൻ വന്നില്ല, വരാതെയാണ് അവർ പോയി കേസ് കൊടുത്തത്. അപ്പം കേസ് കൊടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു പെട്ടെന്ന് ഞെട്ടൽ വരും. പിന്നെ ചാനൽസ് എന്താ ചെയ്യുന്നത്, നമ്മുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് കാണിച്ചിട്ട് മാക്സിമം നമ്മൾ ഏതോ വലിയൊരു കുറ്റം ചെയ്ത പോലെയാണ് ഇവരോ അവർ അറസ്റ്റ് RDX പ്രൊഡ്യൂസ് അങ്ങനെയൊക്കെയാണല്ലോ ഇവർ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കാണുമ്പോൾ നമുക്ക് തോന്നും, ഷോ ഇതെന്താ ഇവർ നമ്മളോടൊരു ഒന്ന് വിളിച്ചു പോലും ചോദിക്കാതെ ഇവരിത് ചെയ്തല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. അവർക്ക് വേണമെങ്കിൽ നമ്മൾ വിളിച്ച് ചോദിക്കായിരുന്നില്ല ഇങ്ങനെ ഒരു വാർത്ത വരുന്നു, പക്ഷെ ആരും ചോദിച്ചില്ല, എല്ലാവരും അതിട്ടു. ഒരു ദിവസം പിന്നെ നമ്മളത് ഓവർകം ചെയ്തല്ലോ. പിന്നെ അത് ഇപ്പോൾ എല്ലാം ക്ലോസ്, എല്ലാവർക്കും മനസ്സിലായത് എന്താണ്. നമ്മളോട് പലരും വിളിച്ച് പറഞ്ഞു അവരുടെ സിനിമ ഇറങ്ങാനായിട്ടുള്ള പ്രൊമോഷൻ സമയത്ത് നമ്മൾ യൂസ് ചെയ്തു എന്നുള്ള രീതിയിൽ. ആ ടൈമിലാണ് അവരുടെ ഒരു മെറ്റീരിയൽ ഇറങ്ങുന്നതിൻ്റെ തലേന്നായിരിക്കും വീണ്ടും കൊണ്ടുപോയി ഇതിൻ്റെ ഒരു ഇട്ട് കൊടുക്കുന്നത്. അപ്പം ആ സമയത്ത് ശരി 1-2 പേരെ എനിക്ക് മനസ്സിലായി. നമ്മൾ വിളിച്ച് 1-2 ആൾക്കാർ വിളിച്ചിരുന്നു. അവർ വിളിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല, ആർക്ക് വേണ്ടിയിട്ടാണ്, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അത് ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പം അതുകൊണ്ട് നമുക്കപ്പോൾ അങ്ങനെയുള്ളവരെ നമുക്ക് മനസ്സിലായി ആ ടൈമിൽ. കാരണം അല്ലെങ്കിൽ നമ്മളുടെ സൈഡ് കേൾക്കാതെ എന്തുവാ ഇത്, അതങ്ങ് ഇത് ചെയ്തുകൂടെ എന്നൊക്കെയാണ് വിളിച്ച് ചോദിക്കുന്നത്. അപ്പോൾ ഈ ആൾക്കാർ അതാണ്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പിന്നെ അത് കഴിഞ്ഞു. അപ്പം നമുക്കറിയാമല്ലോ അത് ഈ ചില ആൾക്കാർക്ക് എന്താ പറയണത്, ആ സമയത്ത് അവരുടെ ഒരു ആവശ്യമായിരുന്നു നമുക്കിങ്ങനെ എഗൻസ്റ്റ് കൊടുക്കുക, അവർക്കൊരു പ്രൊമോഷൻ ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ മിന്നൽ മുരളി യൂണിവേഴ്സ് ഒക്കെ ചർച്ച ചെയ്യുമ്പോഴും ഇപ്പോഴും എങ്ങും ഉത്തരം കിട്ടാതെ പോകുന്ന ഒരു ചോദ്യമുണ്ട്. മിന്നൽ മുരളി 2 വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമുണ്ട്. അത് വരുമെന്ന് പലരും പറയുന്നു. പക്ഷെ നമ്മൾ മീഡിയ ആയതുകൊണ്ട് പല സോഴ്സിൽ നിന്ന് നമ്മൾക്കറിയാം അത് ഒരിക്കലും സംഭവിക്കാൻ സാധ്യത ഇല്ലാത്തൊരു കാര്യമാണ് എന്ന് നമ്മൾ അറിയുന്നുണ്ട്. പല സോഴ്സിൽ നിന്ന് നമ്മൾ അറിയുന്നുണ്ട്. എന്താണ് ശരിക്കും സത്യം, വരുമോ ഇല്ലയോ, എന്തായിരിക്കും? ആക്ച്വലി നമ്മൾ കുറേ നാൾ അതിനെക്കുറിച്ച് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. പിന്നെ ബേസിലെ സമയത്ത് വേറെ ശക്തിമാനൊക്കെ ചെയ്യാൻ പോയി. അപ്പോൾ അത് കാരണം നമുക്ക് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ചിന്തിച്ചു. അപ്പോൾ എൻ്റെ 2ാമത്തെ മകൻ കെവിനാണ് ബേസിലോട് കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട്, മിന്നൽ 2 ആഗ്രഹമുണ്ട്. പക്ഷെ അത് എപ്പോഴെങ്കിലും നടക്കുമ്പോൾ നടക്കട്ടെ എന്നുള്ളതാണ്. അതെ, ഡെഫിനറ്റ്ലി അതൊരു മിന്നൽ മുരളി എന്ന് പറയുന്നത് ഫസ്റ്റ് സൂപ്പർ ഹീറോ സിനിമയാണല്ലോ. അപ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി ടൊവിനോയ്ക്ക് ആഗ്രഹം കാണുമല്ലോ, ബേസിൽ എല്ലാവർക്കും ആഗ്രഹം കാണുമല്ലോ ഇത് ചെയ്യണമെന്ന്. അപ്പോൾ അത് നമുക്കും ആഗ്രഹമുണ്ട്, അത് നടക്കുമ്പോൾ നടക്കട്ടെ. ഇപ്പൊ ബാംഗ്ലൂർ ഡേയ്സ് തൊട്ട് ഇങ്ങോട്ട് നോക്കുവാണെന്നുണ്ടല്ലേ, ഇപ്പം മലയാള സിനിമയിൽ പല രീതിയിൽ പ്രൊഡ്യൂസേഴ്സ് വരുന്നുണ്ട്. ആഗ്രഹം തീർക്കാൻ ഒരു സിനിമ എടുത്തിട്ട് പോകാൻ വേണ്ടി വരുന്നവരുണ്ട്, ഒക്കെ ബിസിനസ് ആയിട്ട് വരുന്നവരുണ്ട്, പാഷൻ പ്ലസ് ബിസിനസ് ജോയിൻ ചെയ്ത് വരുന്നവരുണ്ട്. അത് ലോങ് റണ്ണിന് വേണ്ടിയാണ് അവർ നിൽക്കുന്നത്. എന്ത് ഉദ്ദേശത്തിലായിരിക്കും ഒരു പക്ഷേ സോഫിയ പോൾ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ മലയാള സിനിമയിലേക്ക് വന്നത്? ഇത്രയും സിനിമകൾ ചെയ്യണമെന്നൊരു വിഷൻ ഉണ്ടായിരുന്നു. അതെ, അത് നമുക്ക് പാഷൻ തന്നെയായിരുന്നു. പ്ലസ് ഇത് ബിസിനസ്സുമാണ് ഡെഫിനറ്റ്ലി. അപ്പം നമുക്ക് ഇഷ്ടമുള്ള കുറേ നല്ല സിനിമകൾ ചെയ്യണം. ബ്രാൻഡ് സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ചില ബ്രാൻഡുകൾ ചെയ്യുമ്പോൾ ഇവരെ വിശ്വസിച്ച് നമുക്ക് പോവാം. അങ്ങനെ ചില ബ്രാൻഡുകൾ നമുക്ക് മലയാളത്തിൽ ഇടക്കാലത്തുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് നമുക്ക്. അതുപോലെ അങ്ങനെ എന്തെങ്കിലും വിഷൻ ഉണ്ടായിരുന്നു? നമ്മളുടെ പേര് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ടെക്നീഷ്യന്മാരെ നോക്കാതെ വരാൻ പാകത്തിനുള്ള ഇല്ല, അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് മിന്നൽ മുരളിക്ക് ശേഷമാണ്. ആ ടൈമിലാണ് നമ്മൾ ശരിക്കും വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഒരു ബ്രാൻഡായിട്ട് ആൾക്കാർ കണ്ടത്. കാരണം ഫസ്റ്റ് ബാംഗ്ലൂർ ഡേയ്സിൽ വന്നപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പുതിയ പ്രൊഡ്യൂസറാണെന്ന് അറിഞ്ഞു. സെക്കൻഡ് നമ്മൾ ചെയ്തത് ലാലേട്ടനെ വെച്ചിട്ട് മുന്തിരിവള്ളികളായിരുന്നു. അത് നന്നായിട്ട് വന്നു.
അത് കാരണം ഞാൻ ഭയങ്കര മോഹൻലാൽ ഫാനാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു നമ്മൾ ഫിലിം ചെയ്യുമ്പോൾ എന്തായാലും ലാലേട്ടൻ വെച്ചൊരു സിനിമ ചെയ്യണമെന്ന്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പടയോട്ടം ചെയ്തു. പിന്നാണ് അപ്പോഴാണ് ബേസിലിൻ്റെ പടയോട്ടത്തിൽ നിന്ന്, ബേസിൽ അതിൽ അഭിനയിച്ചല്ലോ ഞങ്ങളുടെ മൂവി, അങ്ങനെയാണ് മിന്നൽ. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബാനറിന് നല്ല പേരായി. അതുവരെ ചെയ്ത മൂവീസൊക്കെ നന്നായി വന്നു. അപ്പം നമ്മൾ അങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടാക്കുമെന്നും പറഞ്ഞ് അങ്ങനെ ചിന്തിച്ചില്ല. പക്ഷേ എന്തോ എല്ലാം ടച്ച് കൂടെ നന്നായിട്ട് വന്നു നമ്മൾ ചെയ്തതൊക്കെ. അങ്ങനെ ഇപ്പം നമുക്കത് കാരണം കൂടുതൽ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. നല്ലത് ചെയ്യുമ്പോൾ ടെൻഷനാണല്ലോ, ഇത് നന്നായി വരണം ചെയ്യുന്നതിൽ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. കാരണം അങ്ങനെയാണ് ചെയ്ത സിനിമകളെല്ലാം തന്നെ വന്നിട്ടുള്ളത് ഓൾമോസ്റ്റ്. ഇതിന്റെ ട്രെയിലറിന് താഴെ കണ്ട ചില കമന്റ്സുകളിലൊക്കെ ഞാൻ കണ്ടത്, ആ ചിലത് ധ്യാനെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ധ്യാൻ ശ്രീനിവാസൻ 2.0 എന്ന് പറയുമ്പോഴും ധ്യാൻ ശ്രീനിവാസൻ ഇനിയുള്ള ഒരു ലൈനപ്പില് വരുന്ന സിനിമ ഒന്ന് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ, പിന്നെ അവരുടെ തന്നെ ബബ്ബപ്പ എന്ന് പറയുന്ന ഒരു സിനിമ വരുന്നു. ധ്യാന്റെ ഒരു ലൈനപ്പുകൾ മാറുന്നു, ഇത് കാണാൻ പ്രതീക്ഷയുള്ള ഒരു സിനിമയായിട്ട് തോന്നുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് കമന്റ്സും വരുന്നുണ്ട്. അപ്പൊ ഇത് ഒരു യൂഷ്വൽ ധ്യാൻ മൂവികൾ ഇറങ്ങുന്ന ഒരു സമയത്താണ് ഒരു പക്ഷെ ഇതും വരുന്നത്. അതിൽ നിന്ന് എന്ത് മാറ്റമായിരിക്കും ഒരു പക്ഷേ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്? അതൊരു ഇങ്ങനെ യൂഷ്വൽ ഒരു ധ്യാൻ പടം അങ്ങനെ കാണണ്ട. ഇതിനെ ഒരു എന്താ പറയണ്ട, അതിൻ്റെ അതൊരു വീക്കെൻഡ്, അതെ, അങ്ങനെ കാണുക. പിന്നെ ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഒരു വിശ്വാസം ഇത് പ്രേക്ഷകർക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടാലും അവരുടെയാണ് എൻഡ്. എന്നാലും നമുക്ക് അറിയാം ഇത് അങ്ങനെ ഒരു മോശം പടം ഇത് വരില്ല. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഈ ധ്യാനിനെ പറ്റി പറഞ്ഞു കഴിയുമ്പോൾ ധ്യാന് ഇപ്പം എല്ലാവരും ഒരേപോലെ കാണുന്ന ഒരു വ്യക്തിയാണ്. ധ്യാനിനെ ഇപ്പൊ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും വർഷങ്ങളായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരോടും ഞാൻ ഒരേ രീതിയിലാണ് സംസാരിക്കും. വലിപ്പച്ചെറുപ്പം നോക്കുകയോ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഇടുക അങ്ങനെയൊന്നുമില്ല. എല്ലാവരും സംസാരിക്കുന്നത് ഒരേപോലെ. ഒരാൾക്ക് ഒരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞാലും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞ ഒരു ഷൂട്ടിന് വേണ്ടി വരുന്ന പേയ്മെന്റ് ഇല്ല എന്നൊരു ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനം പോയി നിന്ന് കൊടുക്കുന്നത്, ചെറിയ ചെറിയ യൂട്യൂബ് ചാനലൊക്കെ പോയി ധ്യാനം നിന്ന് കൊടുക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, ധ്യാനം അതിനെ കുറിച്ച് ഒരു ബെനിഫിറ്റ് ഉണ്ടായിട്ടില്ല. പക്ഷെ അവർക്കൊരു ഗുണമായിക്കോട്ടെ നിർത്തും ധ്യാൻ പോയി മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ലൊക്കേഷനിലും എങ്ങനെയായിരുന്നു ധ്യാൻ? ധ്യാൻ ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു, കറക്റ്റായിട്ട് ഷൂട്ടിന് വരുമായിരുന്നു. ആള് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിരുന്നു. ആക്ച്വലി സ്ക്രിപ്റ്റിൽ പോലും എല്ലാത്തിലും ആള് ഭയങ്കര ഇഷ്ടപ്പെട്ട് പറയുമായിരുന്നു. ആള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇത് ചെയ്യുമ്പോഴും. പിന്നെ നമ്മളുമായിട്ടൊക്കെ ഭയങ്കര നല്ല ഇതായിരുന്നു. ധ്യാൻ മീൻസ് ഫോൺ വിളിക്കുമ്പോൾ തന്നെ ചേച്ചി എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഭയങ്കര, അതുകൊണ്ട് ആള് നല്ലൊരു ആക്ടറാണ്. ഞാനങ്ങളും പറയായിരുന്നു നല്ലൊരു വ്യക്തിയാണ് ആള്. ഇപ്പൊ ഈ സിനിമയെ പറ്റി എടുത്തു പറയുമ്പോ പ്രത്യേകിച്ച് പറയേണ്ടത് കുഡൂസ് എന്നല്ലേ അവരുടെ ചാനൽ. അപ്പൊ അവരുടെ വീഡിയോസ് ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അവരുടെ 4 പയ്യന്മാര് ഭയങ്കര രസമാണ്. അവരുടെ ഒരു കാസ്റ്റിംഗ് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അത് ആരുടെ ഐഡിയ? അവർക്കൊരു ഓഡിയൻസ് ഉണ്ട്. അതെ, അവർക്കൊരു ഓഡിയൻസ് ഉണ്ട്. അവരുടെ കാസ്റ്റിംഗ് എനിക്ക് സെഡിൻ തന്നെയാന്ന് തോന്നുന്നു പറഞ്ഞ അവരെ നമുക്ക് എടുക്കണമെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇവരെ കൂടുതൽ കാണാനായിട്ട് തുടങ്ങിയത്. എന്നോട് പറഞ്ഞു മമ്മി ഇത് കാണണമെന്ന് പറഞ്ഞ്. അപ്പോഴാണ് ഇത് കാണുമ്പോൾ ഭയങ്കര രസം. അവർ 4 പേരും കൂടെ ആ ഒരു ഇപ്പം നമുക്കത് നന്നായിട്ട് തോന്നി. അവരെല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതില്. കാസ്റ്റിംഗിൽ ഒരു പുതുമയാണ് ശരിക്കും പറഞ്ഞാൽ. അതെ അതെ. ഇപ്പം വാഴയിൽ ഹാഷിർ അവരുടെ ടീമൊക്കെ ഇവർക്കൊരു വലിയ വിഭാഗം ഓഡിയൻസ് ഉണ്ട്. അതെ അതെ. കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ആയാലും എല്ലാവരും ഇവരുടെ ഭയങ്കര രസമാണ്. അപ്പൊ അതുപോലെ തന്നെ അടുത്ത വരുന്ന സിനിമകളിലൊക്കെ ഇതുപോലെ നമുക്ക് ഇപ്പം സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെയുള്ള ആർട്ട് പുതിയൊരു ഡെഫിനറ്റ്ലി. പിന്നെ നമുക്ക് തന്നെ ഒത്തിരി പേര് നമ്മളോട് മെസ്സേജ് ചെയ്യുമല്ലോ മാം എന്തെങ്കിലും. അപ്പം നമ്മൾ നോക്കുമല്ലോ ഇവരുടെ പ്രൊഫൈല് നോക്കിയിട്ട് നമുക്ക് നെക്സ്റ്റിൽ പറ്റുമെങ്കിൽ ഇവരെ കാസ്റ്റ് ചെയ്യും. പിന്നെ ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും മാം ഒരുപാട് സംവിധായകരെ കൊണ്ടുവന്നു, ഇപ്പോൾ പുതിയ താരങ്ങളെ കൊണ്ടുവരുന്നു. ഇനിയും ഇങ്ങനെ സാധിക്കട്ടെ, തുടർന്നെല്ലാം മുന്നോട്ട്. താങ്ക് യു സോ മച്ച്.